എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ എലമെൻസിൻ്റെ 2 ക്രീമിനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം. ആ ക്രീമിൻ്റെ പേരാണ് ഇഗ 12 ഡേ പ്രൊട്ടക്ഷൻ ക്രീമും നൈറ്റ് റിപ്പയർ ക്രീമും. അതായത് ഡേ പ്രൊട്ടക്ഷൻ ക്രീം എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതും, നൈറ്റ് റിപ്പയർ ക്രീം എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് ടൈപ്പാണ്, അത് രാത്രിയിൽ ഉപയോഗിക്കേണ്ട ക്രീമുമാണ്. അപ്പം വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണ്. ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ കാലത്ത് ഈ ബ്യൂട്ടി പാർലർ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പോക്കില്ല കേട്ടോ. നമ്മളെ ആ മതത്തിൽ അത് ചേർന്നതല്ല. ഈ ബ്യൂട്ടി പാർലറിലെ ജോലി ആയാലും നമ്മളവിടെ പോയിട്ട് ചെയ്യുന്നതായാലും അത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. അതാളുടെ സൗകര്യമാണ്. അപ്പം എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരോടായിട്ട് പറയാനുള്ളതാണ്. ഇപ്പോൾ ഇതിനിടെ ഞാനൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവർ അധികവും ഫേഷ്യലൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഫേഷ്യൽ ചെയ്തിപ്പം അവളെ മുഖം വല്ലാത്തൊരവസ്ഥയിലെത്തി. അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണ്? നമുക്ക് ആ പടച്ചവൻ തന്ന ആ സൗന്ദര്യം എന്നും അതേപോലെ നിലനിർത്തുക. അതിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഒരു കോമാളി വേഷം കെട്ടരുത്. അതെൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കണക്കൂട്ടിക്കും. കാരണം വെച്ചാൽ നമ്മൾ പല ക്രീമും ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന അവസ്ഥ കെമിക്കൽ അടങ്ങിയ ക്രീമുകളൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. അത് ക്രീമായിക്കോട്ടെ, നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഗുളിക ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്തിനും സൈഡ് എഫക്റ്റ് നമുക്ക് കിട്ടും. അത് ഉറപ്പാണ്. ഈ ക്രീമിൻ്റെ പേര് പോലെ തന്നെ നമ്മളെ മുഖത്തുണ്ടാകുന്ന 12 പ്രോബ്ലംസിനെ പരിഹരിക്കുന്ന 2 പ്രധാനപ്പെട്ട ക്രീമുകളാണ് ഇത്. അതായത് ഒന്ന് ഡേ പ്രൊട്ടക്ഷൻ ക്രീമും നൈറ്റ് റിപ്പയർ ക്രീം. അതായത് പ്രൊട്ടക്ഷൻ ക്രീം നമ്മൾ 12 കാരണങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതായത് പകൽ ഉപയോഗിക്കുന്ന ക്രീം. അപ്പോൾ നൈറ്റ് റിപ്പയർ ക്രീം എന്ന് പറഞ്ഞാൽ അതേ 12 കാരണങ്ങളെ അതിനെ റിപ്പയർ ചെയ്ത് മാറ്റിയെടുക്കുന്നതാണ് നമ്മളെ ഈ റിപ്പയർ ക്രീമിൻ്റെ ഉപയോഗം. അതിൽ ചില തകരാറുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുണ്ടാകുന്ന തകരാറ്. പിന്നെ അതുപോലെ ഈ വെളുത്ത ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കറുത്ത പാടുകളുണ്ട് മുഖത്തൊക്കെ, ആ തകരാറ്. പിന്നെ ഈ പ്രായമായാൽ ഉണ്ടാകുന്ന ഈ ചുളിവുകൾ, ഈ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകൾ. പിന്നെ ഈ മുഖത്തെ ചർമ്മമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി മാറുന്നത്. പിന്നെ അതുപോലെ ഈ മുഖക്കുരുവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പാടുകൾ. അതുപോലെ ഈ ഓരോരാളെ മുഖത്തൊക്കെ ചെറിയ ചെറിയ കുഴികൾ പോലെയൊക്കെ ഉണ്ടാവും. അത് അന്നേരം നമ്മൾ കണ്ടാൽ നമ്മൾ മദറോടൊക്കെ ചോദിക്കുമ്പോൾ അവർ അതിങ്ങനെ ഒരാൾക്ക് വസൂരി പിടിച്ചാലല്ല അങ്ങനെ ഉണ്ടാവും എന്നല്ല പറയുന്നത് കേൾക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുഴികളൊക്കെ നമ്മളെ ഈ ക്രീമിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ 2 ക്രീമും ഉപയോഗിക്കേണ്ടതാണ്. ഒരു ക്രീമിനെ കൊണ്ട് ഒരിക്കലും നമ്മൾ ഈ പ്രോബ്ലംസ് മാറ്റാൻ പറ്റില്ല. പകലായിട്ടും രാത്രിയായിട്ടും ഉപയോഗിക്കേണ്ട ക്രീമുകളായത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, കെമിക്കൽ ഇല്ലാത്ത ക്രീമുകളാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഞാൻ കൊറിയറായിട്ട് അയച്ചു തരും. പിന്നെ അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ റേഡിയൻറ്റ് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുഖം കഴുകിയിട്ട് നന്നായിട്ട് ഒരു തുവാലെടുത്ത് ആ മുഖത്ത് ഇതെല്ലാം വെള്ളമൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഡേ പ്രൊട്ടക്ഷൻ ക്രീമായാലും നൈറ്റ് റിപ്പയർ ക്രീമായാലും ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് രാവിലെ നിങ്ങൾ ഡേ പ്രൊട്ടക്ഷൻ ക്രീം പുരട്ടാൻ നേരത്ത് നമ്മളെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുക. അതുപോലെ നൈറ്റിൽ പുരട്ടാൻ നേരത്ത് നൈറ്റിലും ഒന്ന് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി തുടച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.